83 ഫെബ്രുവരിയിലാണ് ജനിച്ചത്. എനിക്ക് തോന്നുന്നു 81 മാർച്ചിലാണ് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചെന്ന് തോന്നുന്നു. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വേൾഡ് കപ്പ് ജയിച്ചത്. അതിനുശേഷം ഞാൻ കളിച്ച 2 വേൾഡ് കപ്പാണ് ഇന്ത്യ ജയിച്ചത് വീണ്ടും. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് വർഷങ്ങളെടുത്തെങ്കിലും മലയാളി എന്ന രീതിയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം MRF പീസ് ഫൗണ്ടേഷനിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പം അക്കാഡമി ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാരണം അവിടുത്തെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഫോറിൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ളൊരു MOU ആണ്. അപ്പം ആ MOUയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ഫുഡ് ഇൻടേക്സ്, സ്ലീപ്പിംഗ് എല്ലാം ഒരു പ്രോപ്പർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു MRF പീസ് ഫൗണ്ടേഷനിലെ ഒരു ഭാഗമാകാൻ പറ്റി. പക്ഷെ അന്ന് MRFയിൽ ആകെ ഓൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൽ നിന്ന് 2 പേർക്കാണ് 1 വർഷം കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അതിലെനിക്ക് ഭാഗമാകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അതുപോലെ അല്ല, ഇപ്പോൾ ആർക്കും വേണ്ടി വരാം. അപ്പോൾ ഇത്തിരിയുടെ ക്രിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് സർ. പക്ഷേ ഞാൻ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം 2013 തൊട്ട് 7 വർഷം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എന്താ പറയുന്ന ഒരു സെറ്റ് ബാക്ക് ആണ് ദാറ്റ് മെയ്ഡ് മി എ മച്ച് ബെറ്റർ പേഴ്സൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അവഗണനേക്കാളും കൂടുതൽ ഐ ഹാഡ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് ടഫ് ഫേസസ്, പക്ഷേ ദാറ്റ് മെയ്ഡ് മി ഹു ഐ ആം ടുഡേ സർ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം പ്രൂവ് ചെയ്യാൻ സമയമെടുത്തു. ഇൻഫാക്ട് 2015 തന്നെ എൻ്റെ ബാൻ ലിഫ്റ്റ് ആയതാണ്. പക്ഷേ വീണ്ടും BCCI എന്നുള്ളൊരു പവർഫുൾ ബോഡിയുടെ എതിരെ ഫൈറ്റ് ചെയ്ത ഒറ്റ വ്യക്തി ഞാനായിരിക്കാം. പക്ഷേ ഫൈറ്റ് ആയിരുന്നില്ല, ഐ വാസ് ജസ്റ്റ് ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്. അപ്പം അതുകൊണ്ട് അതെനിക്ക് തിരിച്ച് കിട്ടിയപ്പോൾ 2019 പക്ഷേ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സർ. 2013 തൊട്ട് ഇപ്പം വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും കുറച്ച് കൂടെ നിന്നു. എസ്പെഷ്യലി ഹ്യൂജ് താങ്ക്സ് ടു മാതൃഭൂമി കഫാറ്റേഡ്. സത്യമായിട്ട് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ എല്ലാ മീഡിയ ഹൗസസും എന്താ പറയണേ, നിന്ദിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ വന്ദിച്ചില്ലെങ്കിലും അധികം നിന്ദിച്ചില്ല സർ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടായിരുന്നു ആ ടൈമിൽ. എനിക്ക് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈറ്റ് ഗെറ്റ് റിയലി ഇമോഷണൽ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് മെയ്ഡ് മീ വെരി വെരി സ്ട്രോങ് സർ. ആ കാരണം എനിക്ക് നന്ദിയുണ്ട്. കാരണം അതാണ് ഞാൻ എൻ്റെ ഇപ്പോൾ പറയുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയുന്ന ഒരു പോയിന്റ്. ഇതിൻ്റെ മെയിൻ ഇത് തന്നെ, മലയാളി അകത്തോ പുറത്തോ എന്നുള്ളതിൻ്റെയിലും എനിക്ക് പറയാനുള്ളത് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. മലയാളി ആണെങ്കിലും തമിഴനാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും ദർ വിൽ ബി ദാറ്റ് ടഫ് ഫേസ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസിന് ചിലപ്പോൾ ഈസി ആയിരിക്കാം കയറുന്നത്, ബട്ട് ദാറ്റ് വിൽ മേക്ക് യു മച്ച് ബെറ്റർ സ്പോർട്സ് പേഴ്സൺ. എസ്പെഷ്യലി ഫ്രം സ്പോർട്സ് പറയുകയാണെങ്കിൽ, ആർട്സ് ആണെങ്കിലും യു വിൽ ബിക്കം എ മച്ച് ബെറ്റർ പ്രൊഫഷണലി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ എതിരെ എത്ര പേര് നിൽക്കുന്നു, നമ്മൾ അതിലും നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ കാലിസ് ആണെങ്കിലും ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് എനിക്ക് തോന്നുന്നു 2 വേൾഡ് കപ്പ് ജയിക്കാനൊക്കെ ഭാഗ്യമുണ്ടായത് ഒന്നും എളുപ്പത്തിൽ കിട്ടിയിരുന്നില്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കിട്ടിയത്. പക്ഷേ അതിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എളുപ്പത്തിൽ കിട്ടിയിരുന്ന ചിലപ്പോൾ എളുപ്പത്തിൽ പോകും. അതുകൊണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സാറ് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ, തിരുവനന്തപുരക്കാരനായ സഞ്ജു സാംസൺ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇന്നലെയും കൂടെ ഒരു 100 അടിച്ചു, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വളരെയധികം. രോഹൻ എസ് കുന്നുമേൽ കഴിഞ്ഞ തവണ ഇറാനി ട്രോഫി കളിച്ചു. വളരെ ബേസിൽ തമ്പി ഇന്ത്യ A വരെ എത്തിയിരിക്കുന്നു. വളരെയധികം നല്ല യങ്സ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കൊല്ലം MD നിതീഷ് എന്ന് പറയുന്ന കുറേ, ഞാനിപ്പോഴും നല്ലോണം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുന്നത്, ഇവിടുത്തെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. വിഷൻ ചേട്ടൻ നല്ലോണം അറിയാം, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്നൊരു കാര്യമാണ് സർ. സാറിനും അറിയാം, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 3 ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞാൽ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ സഞ്ജുവിന് അത് നടത്താൻ പറ്റും. കാരണം അത്രയും നല്ലൊരു പവർഫുൾ പൊസിഷനിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് നല്ലോണം പെർഫോം ചെയ്ത, പിന്നെ പ്ലസ് ദ എൻറ്റയർ മീഡിയ ഹൗസൊക്കെ ഹെൽപ്പ് ചെയ്ത തീർച്ചയായിട്ടും സർ ഈ വേൾഡ് കപ്പ് അറിയില്ല, അടുത്ത വേൾഡ് കപ്പ് ഒരു 2027 വേൾഡ് കപ്പിൽ ഒരു 3 മലയാളി സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. ശ്രീശാന്തിന് ഇപ്പോഴത്തെ ഒരു ക്രിക്കറ്റ് താരത്തിന് ഒരു ഇന്ത്യൻ ടീമിലേക്ക്, സഞ്ജുവിൻ്റെ ഓർമ്മയിൽ നിന്നാണ് നമ്മൾ പറയണത്, ആ ടീമിലേക്ക് കയറി പറ്റാനായിട്ട് ഇപ്പോഴും നമുക്ക് ഒരു തടസ്സം അവിടെ ഉണ്ടോ? അതാണ് ഞാൻ ഒരു ചെറിയ വാക്കി പറഞ്ഞത് സർ. തടസ്സമുണ്ടാകാം, പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം. ഇപ്പം നമ്മളൊരു ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ 100 200 അടിച്ചാൽ ചിലപ്പോൾ ടീമിൽ വരാം. പക്ഷേ സഞ്ജു തിങ്ക് ചെയ്യേണ്ടത് സിമ്പിളാണ്, 200 അല്ല, എനിക്ക് 500 അടിക്കണം. അപ്പം ബെറ്റർ ആയിരിക്കും, ഇൻ്റർനാഷണൽ ചെല്ലുമ്പോൾ അത്രയും ഈസി ആകും. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, സഞ്ജു മാത്രമല്ല സർ, സഞ്ജു ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ നൗ. ഇപ്പം തന്നെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ഇന്നിങ്സിൽ 100 ആണ് അടിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഹി ഡിസേർവ്സ്. ഇപ്പോൾ ടെസ്റ്റ് മാച്ച് ഞാൻ എപ്പോഴും ഒരു റോബിൻ ഉത്തപ്പയുടെ അടുത്ത് എപ്പോഴും തമാശയ്ക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇഫ് യു ആർ നോട്ട് എ ടെസ്റ്റ് ക്രിക്കറ്റർ യു ആർ നോട്ട് എ ക്രിക്കറ്റർ എന്ന്.
എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും സഞ്ജുവിന് ഇപ്പം. എനിക്ക് തോന്നുന്നു ഈ ഇപ്പം നടക്കുന്ന തുമ്പയിൽ ഇപ്പോൾ മാച്ച് ഇടുന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു എപ്പോഴാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു 100 അടിച്ചാൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ടീമിൽ വരെ സഞ്ജുവിന് വരാൻ പറ്റും. അത് സഞ്ജു വന്നാൽ സാർ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അതർ ക്രിക്കറ്റേഴ്സ്, എസ്പെഷ്യലി മലയാളീസ്. ഞാൻ കളിച്ചതിന് ശേഷം സഞ്ജുവിനോട് നന്ദിയുണ്ട്. പക്ഷേ സഞ്ജു കഴിഞ്ഞതിന് ശേഷം വേറെ ആരും അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. അതാണ് വാസ്തവം. പക്ഷേ എനിക്ക് പറയാനുള്ള പേര്, ഈ ഒരു പേര് ഞാൻ നിങ്ങളെല്ലാവരും ഓർത്തിരുന്നോ, വിഷ്ണു വിനോദ്. അദ്ദേഹം ആയിരിക്കും അടുത്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളി ക്രിക്കറ്റേഴ്സ്.